നമസ്കാരം. ലൈഫ് ലെസൺസ് ബൈ ശ്രീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീഡിയോ ഇന്ന് ചെയ്യാനുള്ള റീസൺ ഒരു പുതിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ്. ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ യു എയിൽ പാസ്പോർട്ട് റിന്യൂവൽ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മുന്നേ ഡൗട്ട് ചോദിക്കുകയുണ്ടായി. പല പ്രാവശ്യം ഇവിടെ നിന്ന് പാസ്പോർട്ട് എൻ്റെതും ഫാമിലീൻ്റെ ഒക്കെ റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇടുകയാണ്. റീസെൻ്റ്ലി എൻ്റെ വൈഫിൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാമെന്ന് ഉള്ള രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇവിടുന്ന് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതാണോ അതോ നാട്ടിൽ പോയി റിന്യൂ ചെയ്യുന്നതാണോ നല്ലതെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം. ഇവിടെ ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നിങ്ങൾ AED ദിറംസ് കൊടുക്കുന്നതുകൊണ്ട് അത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് മാത്രമേ ഉള്ളൊരു ഡിഫറൻസ് ഉള്ളൂ. നാട്ടിലായാലും ഇവിടെ ആയാലും പാസ്പോർട്ട് റിന്യൂവലിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് നോർമൽ, ഒന്ന് തത്കാൽ. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് നിങ്ങൾ പുതുതായിട്ട് എടുക്കുകയല്ല റിന്യൂ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി UAE എന്നാണ് പ്രോസസ്സ് ഫാസ്റ്റ് എന്ന് തോന്നുന്നത്. പക്ഷേ അത്യാവശ്യം നാട്ടിലിപ്പോൾ 1 വീക്ക് കൊണ്ടൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. വൈഫിൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു 3 ഡേയ്സിനുള്ളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പാസ്പോർട്ട് ഈ UAE തന്നെ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ റിന്യൂ ചെയ്യാമെന്നുള്ളത്. ഞാൻ ഇന്ത്യൻ പാസ്പോർട്ടിനാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. രണ്ടാമത്, പാസ്പോർട്ട് റിന്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണം എന്നുള്ളതാണ് രണ്ടാമതായി ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്, റിന്യൂവലിന് എത്ര ടൈം എടുക്കും, നമുക്ക് എത്ര ദിവസം കൊണ്ട് കിട്ടും എന്നുള്ള ഡീറ്റെയിൽസാണ് ഞാൻ മൂന്നാമതായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാസ്പോർട്ട് റിന്യൂവൽ UAE ഓൺലി BLS സെൻറ്റർ, നമുക്ക് BLS എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഉണ്ട് ഇവിടെ UAE. അവരാണ് ഇന്ത്യൻ എംബസീൻ്റെ ഡോക്യുമെൻ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും BLS സെൻറ്റർ വഴി നിങ്ങളെ ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെ ന്യൂ ബോൺ ബേബിയാണ്, ഇതുവരെ പാസ്പോർട്ടില്ല, UAE ബോൺ ചെയ്ത ഒരു ബേബി ആണെങ്കിൽ BLS ത്രൂ ന്യൂ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ലോസ്റ്റ് ഓർ സ്റ്റോളൻ പാസ്പോർട്ട് അങ്ങനത്തെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ, അല്ലെ ഡാമേജ്ഡ് പാസ്പോർട്ട് അങ്ങനെയുള്ള റിലേറ്റഡ് ആയ ആക്ടിവിറ്റീസിനൊക്കെ BLSനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. രണ്ടാമത്, പുതുതായി പാസ്പോർട്ട് എടുക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇത് പുതുതായി പാസ്പോർട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺലി ന്യൂ ബോൺ ബേബീസിന് മാത്രമാണ് ആപ്ലിക്കബിൾ UAE. അതിനായി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബർത്ത് സർട്ടിഫിക്കറ്റ്, UAE ഏത് ഹോസ്പിറ്റലാണ് ജനിച്ചതെന്നുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്, അത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ എംബസി അറ്റസ്റ്റഡ് ആയിരിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം വേണ്ടത്. പിന്നെയുള്ളത് വേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും, അതായത് പാരൻസിൻ്റെ പാസ്പോർട്ടും ഡീറ്റെയിൽസും. പിന്നെ നിങ്ങളെ UAE അഡ്രസ് പ്രൂഫ്, അത് നോർമലി നിങ്ങളെ ഇജാരി അല്ലെ ടെനൻസി കോൺട്രാക്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇതൊക്കെ ഈ ഡീറ്റെയിൽസ് ആണ് ന്യൂ ബോൺ ബേബീസിന് പ്രൈമറി ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒബ്വിയസ്ലി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ ഇപ്പോൾ BLS എന്നാണ് എടുക്കുന്നത്. ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷനും ഒക്കെ BLS തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ പാസ്പോർട്ട് റിന്യൂവലിനാണെങ്കിൽ കാര്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. പാസ്പോർട്ട് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എക്സ്പയർ ആകാൻ പോകുന്ന പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പാസ്പോർട്ടും നിങ്ങൾ എമിറേറ്റ്സ് ID കോപ്പിയും മാത്രം മതി. വേറെ അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണ്ട. സപ്പോസ് നിങ്ങൾക്ക് പാസ്പോർട്ടിൽ സ്പൗസിൻ്റെ നെയിം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പൗസിൻ്റെ പാസ്പോർട്ടും കൂടി നിങ്ങൾ പാസ്പോർട്ട് റിന്യൂവൽ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതേപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഇതുവരെ സ്പൗസിൻ്റെ പേര് ആഡ് ചെയ്തിട്ടില്ലാത്തതാണെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ അറ്റസ്റ്റഡ് മാരേജ് സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുപോകുന്നതാണ്. അല്ലാതെ പക്ഷം സ്പൗസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട എന്നുള്ള രീതിക്കാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി എക്സ്പയർ ആകാൻ പോകുന്ന പാസ്പോർട്ട് എടുത്തിട്ട് BLS സെൻറ്റർ വിസിറ്റ് ചെയ്താൽ മതി. പക്ഷേ BLS സെൻറ്റർ വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഓൺലൈൻ BLSൻ്റെ സൈറ്റിൽ ഓൺലൈനായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതാണ്. എല്ലാ ദിവസവും 9 o'clock അപ്പോയിൻമെൻറ്റ് ഓപ്പൺ ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 10 o'clock ആകുമ്പോൾ അപ്പോയിൻമെൻറ്റ്സ് ക്ലോസ് ചെയ്യും. പിന്നെ ഓപ്പൺ ആവുന്നത് ഈവനിങ് 6 o'clock ആണ്. അപ്പോൾ മോർണിംഗ് 9 o'clock ഈവനിങ് 6 o'clock ആണ് നെക്സ്റ്റ് ഡേയ്സിനുള്ള അപ്പോയിൻമെൻറ്റ്സ് ഓപ്പൺ ആവുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ, എക്സ്പയറിക്ക് 1-2 മാസം മുന്നേ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, അത് എത്ര ടൈം എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം
തത്കാലിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അർജൻറ്റ് പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 ഡേയ്സിനുള്ളിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നോർമൽ എടുത്തു കഴിഞ്ഞാൽ UAE ബേസ്ഡ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ UAE തന്നെയാണുള്ളത്, നിങ്ങൾക്ക് ഇവിടുത്തെ വാലിഡ് റെസിഡൻസ് വിസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 ദിവസത്തിനുള്ളിൽ കൊറിയറായിട്ട് കിട്ടുന്നുണ്ട്. റിന്യൂ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള പാസ്പോർട്ട് അവിടെ സറണ്ടർ ചെയ്യണം. പിന്നെ റിന്യൂ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓൾഡ് പാസ്പോർട്ടും ന്യൂ പാസ്പോർട്ടും നമുക്ക് കൊറിയറിൽ ലഭിക്കുന്നതാണ്. ഇതിനുള്ള ഫീസും പ്രോസസ്സൊക്കെ ഞാൻ അധികം പറയുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ അത് ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫീസാവും, എത്ര പാസ്പോർട്ട് റിന്യൂവലിനോ അല്ലെങ്കിൽ ന്യൂ പാസ്പോർട്ട് ആപ്ലിക്കേഷന് എത്ര ദിറംസ് ആവും എന്നൊക്കെ നിങ്ങൾ BLSൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കെയർ സെൻറ്ററിലോ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ആ പ്രൈസ് ആയിരിക്കത്തില്ല, അതുകൊണ്ടാണ് എക്സാക്ട്ലി പ്രൈസ് പറയാത്തത്. എൻ്റെ വൈഫിൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ എക്സ്പയറി അല്ലായിരുന്നു മെയിൻ കാരണം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടി എനിക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം ജോർജിയ വിസിറ്റ് ചെയ്തപ്പോൾ വൈഫിൻ്റെ പാസ്പോർട്ട് ചെറുങ്ങനെ വെള്ളത്തിൽ നനയുണ്ടായി. അപ്പോൾ ആ നനഞ്ഞ പാസ്പോർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റൂല എന്ന് നമ്മളെ ഇമിഗ്രേഷനിൽ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ബേസിസിലാണ് നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതേപോലെ ഡാമേജ്ഡ് അല്ലെങ്കിൽ സ്റ്റോളൻ പാസ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ BLSനെ സമീപിക്കാവുന്നതാണ്. സ്റ്റോളൻ പാസ്പോർട്ട് ആണെങ്കിൽ അത് നിങ്ങൾക്ക് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി വേണ്ടി വരും UAE സ്റ്റോളൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് നിങ്ങൾക്ക് ഇന്നും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.